എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിലൊരു സീന് ഞാൻ കണ്ട ചില ബീഫ് എടുത്ത് വായിലേക്ക് കുത്തി കയറ്റുന്നത്. നമ്മളെ നാട്ടിലിപ്പോൾ നിങ്ങൾ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പീസ് എനിക്ക് തരുമെന്ന് ചോദിക്കല്ലേ ഉള്ളൂ. അല്ലാതെ ഒരാളെ വായിലേക്ക് കുത്തി കയറ്റുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. കഴിക്കാൻ വേണ്ടില്ലെങ്കിൽ വേണ്ടാന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും കേരളത്തിലുണ്ട്. അതിലിപ്പോൾ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, ചാമ്പ്യൻസ് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ. അവിടെ ബീഫ് കഴിഞ്ഞു പോക്കാം. അതായത് അത്ര ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം അവരൊരു എന്തോ വൾക്കറായിട്ട് കാണിച്ച് അത് ഇവിടുത്തെ ആൾക്കാരും, അതായത് അതിൽ കാണിക്കുന്നുണ്ട് തട്ടയിട്ട ആൾക്കാരാണ് അവരെ വായിലേക്ക് തിരികെ കയറ്റുന്നത്. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? കണ്ടില്ല എന്ന് അടിച്ചാൽ ശരിക്കും നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരണം എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ അങ്ങനെയും നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളോട് പ്രൊട്ടസ്റ്റ് ചെയ്യാം. നമുക്ക് എല്ലാ മലയാളികൾക്കും വളരെ വികാരമായിട്ടുള്ളൊരു സാധനമാണ് പൊറോട്ട ആൻഡ് ബീഫ്. അത് ബീഫൊക്കെ ഇങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി കുത്തി കയറ്റുന്ന ഓരോ സീനുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ നമുക്കറിയാം ലൈക്ക് കേരളം എന്താണോ അതിൻ്റെ ആസ് ഓപ്പോസിറ്റ് ആണ് അതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കേരളത്തിൽ അങ്ങനെ നിർബന്ധിച്ച് ഒരാളെ മതം മാറ്റുകയോ അല്ലെങ്കിൽ അങ്ങനെ കഴിപ്പിക്കുകയോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അത് വെറും ഒരു എന്തോ നോർത്തിലുള്ള സംഭവമാണ് ഇവിടെ കാണിക്കുന്നത് തോന്നുന്നത്. അതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറയാനില്ല. കേരളത്തിൽ ഇതുവരെ ഒരാൾക്കാർ അവരവരുടെ ഇഷ്ടം പോലെ ഇതുവരെ ജീവിച്ചു പോയത്. ഒരാൾക്ക് ഇപ്പോൾ ബീഫ് കഴിക്കണ്ട ആരും നിർബന്ധിക്കില്ല. പക്ഷേ ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, ചാമ്പ്യൻസ് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ. അവിടെ ബീഫ് കഴിഞ്ഞു പോക്കാം. അതായത് അത്ര ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം അവരൊരു എന്തോ വൾക്കറായിട്ട് കാണിച്ച് അത് ഇവിടുത്തെ ആൾക്കാരും, അതായത് അതിൽ കാണിക്കുന്നുണ്ട് തട്ടയിട്ട ആൾക്കാരാണ് അവരെ വായിലേക്ക് തിരികെ കയറ്റുന്നത്. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? ബാക്കിയുള്ള നാട് പോലെ, അതായത് ഗുജറാത്തോ പഞ്ചാബോ പോലെ ഇവിടെ ഒരു മതസംഘടനയോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലില്ലാത്തതുകൊണ്ടാണോ ചെയ്യുന്നത്? എനിക്കറിയില്ല. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വർഗീയ സംഘടനയ്ക്ക് വർഗീയതയുള്ള ആൾക്കാർക്ക് ക്യാമ്പസിൽ കയറാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ഒരു സ്ഥലത്തും വർഗീയത പാടില്ല എന്ന് മുന്നോട്ടേക്ക് വെക്കുന്ന ആശയമായിട്ടാണ് ഇവിടുത്തെ എന്താ പറയുക സ്റ്റുഡൻസ് അടക്കം പോകുന്നത്, എല്ലാ വിദ്യാർത്ഥികളും അടക്കം പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെയിലർ വെച്ചിട്ട് ഒരു ഫിലിം ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾ ഇത് ചെയ്യുന്നത് ആരാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരിത് മനസ്സിലാക്കുക. കേരളത്തിൽ വർഗീയത നടക്കില്ല. കേരളത്തിലെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകുന്ന സ്ഥലമാണ്. നിങ്ങൾ ഈ എന്താ പറയുക ഈ കേരള സ്റ്റോറി എന്നുള്ള പടം കാണി, എന്താ പറയുക 2018 ഇറങ്ങിയ ആ പടവും കാണും. അപ്പോൾ അതിൽ ആ ഒന്നാം പാർട്ടും കാണും. ആ രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം ഏതാണ് കേരളം, എന്താണ് കേരളം. നിങ്ങൾ പുറത്തുള്ള ആരോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് നോക്കി. കേരളത്തിലുള്ള ഒറ്റക്കെട്ടും ഒരുമയും വേറെ ഒരു നാട്ടിലും കിട്ടില്ല എന്നുള്ള ഉറപ്പ് ഞാൻ തരാം. ഈ സിനിമയെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഈ സിനിമയോട് സിനിമ കാണരുത്, തിയേറ്ററിൽ പോയി കാണരുത്. ഞാൻ ഇത് പറയുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും പറയാലോ. അങ്ങനത്തെ പടങ്ങൾ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാം. എന്നിട്ട് ഈ പടത്തിനെ വിലയിരുത്തിയിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു സാധനം ഈ എന്താ പറയുക കേരളം പോലത്തെ നാട്ടിൽ ഏക്കൂല. ഈ കേരളം പോലത്തെ നാട് ഇങ്ങനെയല്ല എന്നുള്ളത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ആളുകൾ ഈ സിനിമ കാണുന്നതോടുകൂടി നമ്മുടെ കേരളത്തിനെ പറ്റി ഒരു നെഗറ്റീവ് ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർ ചിന്തിച്ചോട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം കേരളത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ വന്ന ആൾക്കാർക്ക് അറിയാം കേരളം എന്താണെന്നുള്ളത്. അത് പുറത്തുള്ള എത്ര ആൾക്കാർ ചിന്തിച്ചാലും ഇതാക്കിയാലും കേരളത്തിന് തോൽപ്പിക്കാൻ പറ്റില്ല. കേരളം ഒറ്റക്കെട്ടാണ്. അത് എന്ത് പ്രശ്നം വന്നാൽ ജാതി നോക്കില്ല, മതം നോക്കില്ല, പിന്നെ എന്താ പറയുക പാർട്ടി പോലും നോക്കാണ്ടല്ലേ ഇവിടെ നിന്ന് നീങ്ങിയത്. ഇപ്പോൾ 2018 നടന്ന ദുരന്തം, പിന്നെ ഇപ്പോൾ ചൂരൽമര, അതിനൊക്കെ ആരെങ്കിലും രാഷ്ട്രീയം നോക്കിയോ? ആരെങ്കിലും മതം നോക്കിയോ? ഇല്ല. അവിടെ കൈപിടിക്കാൻ എന്താ പറയുക ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ടല്ല ഇവിടെ നോക്കിയത്. ബീഫ് കഴിച്ചില്ലേ നോക്കിയിട്ടല്ല ചെയ്യൽ. ഇതൊക്കെ ചെയ്യുന്നത് എന്താ പറയുക അവർക്ക് കുറച്ച് അജണ്ടകളുണ്ട്. അത് കേരളത്തിൽ നടപ്പാക്കണം. അത് ഏക്കൂല. അത് എത്ര കളിച്ചാലും ഏക്കൂല. കേരളത്തിലെ ജനങ്ങളിത് പറ്റിയ തള്ളിക്കളിയെന്നാണ് തോന്നുന്നു. തള്ളിക്കളിയെന്നല്ല, ഇത് ശ്രദ്ധിക്കുക പോലും ഇല്ല. ഇതിപ്പോൾ ഞാൻ പറയല്ല, കുറേ മീഡിയക്കാരിത് ഇങ്ങനെ ആക്കിയിട്ട് ഇത് വലുതെന്തോ ഒന്നുമില്ല. ഇത് ആരും ഏക്കൂല. ചില സാധനങ്ങൾ വരും അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അതേപോലത്തെ ഒരു സാധനം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിലൊരു സീന് ഞാൻ കണ്ട ചില ബീഫ് എടുത്ത് വായിലേക്ക് കുത്തി കയറ്റുന്നത്. നമ്മളെ നാട്ടിലിപ്പോൾ നിങ്ങൾ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പീസ് എനിക്ക് തരുമെന്ന് ചോദിക്കല്ലേ ഉള്ളൂ. അല്ലാതെ ഒരാളെ വായിലേക്ക് കുത്തി കയറ്റുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. കഴിക്കാൻ വേണ്ടില്ലെങ്കിൽ വേണ്ടാന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും കേരളത്തിലുണ്ട്. ഇത്തരം സിനിമകൾ നമ്മുടെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ ഏത് രൂപത്തിലായിരിക്കും ബാധിക്കാന്ന് എന്തെങ്കിലും ഒരു പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു പ്രൊപ്പഗാൻഡയാണ്. എന്നുവെച്ചാൽ നമ്മളുടെ എന്താ പറയുക കേരളത്തിനെ കരിവാരി തേച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു വലിയൊരു ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സാധനം കാണിക്കാനുള്ളൊരു പ്രൊപ്പഗാൻഡ മാത്രമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ സിനിമകളോട് പറയാനുള്ളത്. ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു നടൻ്റെ അവസാനത്തെ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1.5 മാസത്തോളമായിട്ട് പെർമിഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സിനിമയ്ക്ക് ഇവിടെ സുഖമായിട്ട് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ക്രിയേറ്റീവ് സ്പേസ് എന്താ പറയുക നശിപ്പിച്ചുകൊണ്ട് 26-27 കട്ടുകൾ വന്നുകൊണ്ട് ഓരോ സിനിമകൾ ഇവിടെ ഇറക്കുന്നത്
അപ്പോഴും ഇങ്ങനത്തെ സിനിമയ്ക്ക് ഒരു കട്ട് പോലും കൊടുക്കുന്നില്ല. അതിലും അതേപോലെ തന്നെ കുറേ വൾഗർ സീനുകൾ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ വരാത്ത കട്ട് എങ്ങനെയാണ് ഇവിടെ ഈ ബാക്കിയുള്ള സിനിമകൾക്ക് വരുന്നതെന്നുള്ളതൊന്ന് നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടതാണ്. ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാണിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ കേരളത്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ പുറത്തുള്ള നോർത്ത് ഇന്ത്യൻസ് കേരളത്തിനെ പറ്റി എന്തോ തെറ്റിദ്ധാരണ നടത്തുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. ആരെങ്കിലും ഇപ്പോൾ ആ ട്രെയിലറിൽ തന്നെ ഉണ്ട്, ബീഫ് വായിലേക്ക് വെച്ച് കൊടുക്കുക, സമ്മതമില്ലാണ്ട് കഴിപ്പിക്കുക, അങ്ങനെയൊന്നും ശരിക്കും ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ കാണുന്നത് നമ്മളെ മലയാള സിനിമേനെ എടുത്ത് നോക്കിയാൽ മതി. അതിലുണ്ട് കുറേ ബീഫ് തിന്നണേ ഹൃദയത്തിലും. പിന്നെ മറ്റേ ഗോദ സിനിമയിലൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങനെ വായിലേക്ക് വെച്ചെടുക്കുക. ഇത്തരം പ്രൊപ്പഗാൻഡ സിനിമകൾ നമ്മുടെ ഉള്ളിലുള്ള ഐക്യത്തിനൊക്കെ നഷ്ടപ്പെടുത്താൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരിക്കലില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഐക്യമൊക്കെ എന്നേ നഷ്ടപ്പെടേണ്ടതാണ്. കേരളം എപ്പോഴും അന്നും ഇന്നും ഇനി ഒരു 10 കൊല്ലത്തേക്കോ എത്ര കൊല്ലായാലും കുഴപ്പമില്ല, കേരളത്തിന്റെ ഐക്യം അതേപോലെ നിലനിൽക്കും. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ പോർട്രേ ചെയ്യുന്നത് വളരെ എന്താ പറയുക ആരോഗ്യറ്റീവായിട്ടുള്ള സെൻറ്റൻസും കാര്യങ്ങളും, അതായത് കേരള എങ്ങനെയാണോ അതിൻ്റെ ടോട്ടൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി ഒരു നമുക്കെല്ലാ മലയാളികൾക്കും വളരെ വികാരമായിട്ടുള്ളൊരു സാധനമാണ് പൊറോട്ട ആൻഡ് ബീഫ്. അത് ബീഫൊക്കെ ഇങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി കുത്തി കയറ്റുന്ന ഓരോ സീനുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ നമുക്കറിയാം ലൈക്ക് കേരളം എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് അതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. സോ അതിനെതിരെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യാമ്പയിനിങ്ങോ ഒക്കെ നടത്തണം. കാരണം ബാക്കിയുള്ളവർ ഇപ്പോൾ നോർത്തിൽ ഞാനൊരു സ്റ്റോറി കണ്ടു ഒരാളത്. കാരണം ലൈക്ക് എന്താ പറയുക, പല നോർത്തിലുള്ള ആൾക്കാർ കേരളം ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ലൈക്ക് ഈ മൂവി കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. സോ അപ്പോൾ കേരളത്തിനെ പറ്റി അവർക്ക് പൊതുവേ ഉള്ളൊരു നോളജ് ഇങ്ങനെയാണ് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം എന്താണെന്ന് അറിയാൻ ആക്ച്വലി കേരളത്തിലോട്ട് വരണം, കേരളത്തിലെ പീപ്പിളെ കാണണം. പൊതുസമൂഹം ഒബ്വിയസ്ലി ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കണം, അല്ലാതെ ഇത് സപ്പോർട്ട് ഒബ്വിയസ്ലി കേരളത്തിലെ ആൾക്കാർ ഒബ്വിയസ്ലി ഇത് സപ്പോർട്ട് ചെയ്യില്ല. പുറത്തുള്ളവർ നോർത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു അലിഗേഷൻസ് ഒക്കെ വരുന്നത്. ഇത് സപ്പോർട്ടീവായിട്ടുള്ള കേരളം ഇങ്ങനെയാണോ, നമ്മളിത് എന്താ പറയുക, ഇത് ചെയ്യരുത്, ഇതിന് കേരളത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള അലിഗേഷൻസ് ഒക്കെ വരുന്നത് പുറത്തുനിന്നാണ്. സോ കേരളത്തിലത്തെ ആൾക്കാരെ ഒന്നിച്ച് നിന്ന് ഇതല്ല കേരളം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ ആക്ച്വലി ആളെന്നത് കേരളത്തിൻ്റെ ഇതായിട്ട് നമുക്ക് തോന്നിയില്ല. പുറത്ത് പിന്നെ ബീഫിന് വിരോധനമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളിവിടെ ബീഫ് കഴിക്കും ചെയ്യും. അപ്പോൾ എന്ത് കേരള സ്റ്റോറി കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇല്ലാന്ന് അടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. കണ്ടില്ല എന്ന് അടിച്ചാൽ മതി. ഇല്ല, ആ ട്രെയിലർ കണ്ടപ്പോൾ കേരളമായി ബന്ധമുള്ള ഒന്നും തന്നെ തോന്നിയിട്ടില്ല. കുറേ രാജസ്ഥാനിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള പോർഷൻസാണ് കേരള സ്റ്റോറി ടൂർന്നും പറഞ്ഞ് ഇറക്കുന്നത്. പ്രത്യേകിച്ചും ബീഫ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മാത്രം കഴിക്കുന്ന ഫുഡൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റിയിലെ ആളുകളും കഴിക്കുന്ന ഒരു ഫുഡാണ് ബീഫ്. ഇവിടെ ആരും നിർബന്ധിച്ച് കഴിപ്പിക്കാറില്ല ബീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്യൂർലി പ്രൊപ്പഗാൻഡ മെഷീനായിട്ടാണ് ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഇതിനൊരു ശക്തമായിട്ട് രംഗത്ത് വരണം എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ അങ്ങനെയും നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളോട് പ്രൊട്ടസ്റ്റ് ചെയ്യണം. കാരണം നല്ല രീതിയിലുള്ള ഒരു മലയാളി വിരുദ്ധത കുറേ കാലങ്ങളായിട്ട് പലയിടങ്ങളായിട്ട് കാണാറുണ്ട്. ഇത് കൂടുതലായിട്ട് അനുഭവിക്കുക കേരളത്തിന് പുറത്ത് പോകുമ്പോഴാണ്. ഇത് പലതും അതേപോലെ മലയാളികൾ ഇങ്ങനെയാണെന്ന് വിശ്വസിച്ച് നേരിട്ട് തന്നെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിൽ പോലും. അപ്പം അത്തരം കാര്യങ്ങൾ തെറ്റാണെന്ന രീതിയിൽ ശക്തമായിട്ട് നമ്മളൊരു കൗണ്ടർ റെസിസ്റ്റൻസ് നടത്തേണ്ടതായിട്ടുണ്ട്. അത് വളരെ മോശമായിട്ടാണ് തോന്നിയത്. ഒരു മതത്തിൻ്റെ പേര് തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ബാഡായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. സിനിമ വരുന്നതോടെ ഇങ്ങനെ തമ്മിൽ തല്ലും ഇവരൊക്കെ കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലവരൊക്കെ ഇത് കണ്ട് ഭയങ്കര ഇൻഫ്ലുവൻസ് ആവും. അതെ, കേരളത്തിന് പുറത്തുള്ള ആളുകൾ പുറത്തുള്ള ഒരു കാര്യം അത് ഒറിജിനലൊന്നുമല്ല. ഇവിടെ കേരളത്തിൽ എങ്ങനെയാണെന്നുള്ളത് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ബീഫ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആരും ബീഫ് എതിർക്കുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ കേരളത്തിലില്ല. അപ്പോൾ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും മതഭേദമന്യേ എല്ലാവരും കഴിക്കുന്ന റൈറ്റാണ് ബീഫ്. അത് കേരളത്തിനെ ഒരു മോശമായി ചിത്രീകരിക്കുക എന്നുള്ള രീതിയിൽ കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടോട് കൂടി ഇറക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അത് വർഗീയമായിട്ട് ഒരു എന്താണ് ആൾക്കാരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് ഒരു നടത്തുന്നത്. എങ്ങനെയാണ് ഇതിനെ എതിർക്കേണ്ടത്? ഈ സിനിമയുടെ വരവിനെ നമ്മൾ ഏത് കേരളത്തിൽ റിലീസ് തടയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അതിന് കേരളത്തിനേക്കാളും നോർത്ത് സംസ്ഥാനങ്ങളെ കുറിച്ചാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. കാരണം കേരളത്തിൽ നമുക്ക് ബീഫ് കഴിക്കാം, പക്ഷെ പുറത്ത് സംസ്ഥാനങ്ങളിലാണ് ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നതും പരിപാടിയൊക്കെ. കേരളത്തിൽ പൊതുവേ കുറവാണ്, എന്നാലും ഉൾനാട്ടിൽ ഉണ്ടാവില്ല എന്നുള്ള പുറത്ത് വരാത്ത പല സ്റ്റോറികളും ഉണ്ടാവും. മതം മാറ്റം നടക്കുന്നുണ്ടോ ചോദിച്ചാൽ മെയിൻലി മതത്തിൻ്റെ പേര് പറഞ്ഞില്ല, 2 മാസത്തിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരിപ്പം BJP വളരാൻ കാരണം MSFന്റെ ഇതിനോണ്ട് തന്നെയാണ്. അങ്ങനെ 2 മതത്തിനുള്ളിൽ 2 മതക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായാൽ ഇപ്പോൾ തന്നെ കോളേജിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, ഓരോ മതം ഇപ്പോൾ ഒരു മുസ്ലിം ലീഗ്, ഹിന്ദു ലീഗ്, ക്രിസ്ത്യൻ ലീഗ് എങ്ങനെ ഉണ്ടാവും. അങ്ങനെ
ഇതിനെതിരെ മതം ഇല്ലാണ്ടാക്കാന്നാണ് മുമ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ യാഥാർത്ഥ്യമാവും തോന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ പൊതുവേ നമ്മളെ ഒരു പ്രസ്ഥാനം ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ആവുന്ന ഉറപ്പില്ല. നിലവിൽ കേരളം അങ്ങനെ ആവില്ല എന്നല്ല ആവില്ല എന്ന് ചിന്തിക്കാം. പക്ഷേ ഉള്ളിൽ കൂടെ ഇങ്ങനെ മതം മാറ്റുന്ന പരിപാടി ഉണ്ട്, കുറേ നടക്കുന്നുണ്ട്. ന്യൂസുകളിലും പല ചാനലുകളുമായിട്ട് പുറത്തു വിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ചിലപ്പോൾ കേരളത്തിനെ മുഖച്ചായന് ബാഡായിട്ട് ചിത്രീകരിക്കാനുള്ള രീതിയിൽ ചെല്ലുന്നത് മാറാൻ മതി. എനിക്ക് അതിനെ പറ്റി നല്ല അഭിപ്രായമില്ല. കാരണം ഞങ്ങളെ കേരളത്തിൽ അങ്ങനെ നിർബന്ധിച്ച് ഒരാളെ മതം മാറ്റുകയോ അല്ലെങ്കിൽ അങ്ങനെ കഴിപ്പിക്കുകയോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അത് വെറും ഒരു എന്തോ നോർത്തിലുള്ള സംഭവമാണ് ഇവിടെ കാണിക്കുന്നത് തോന്നുന്നത്. ഞങ്ങളെ കേരളം ഇവിടെ കാണുന്ന പോലെ അല്ല ഈ പുറത്തത്തെ ആൾക്കാരെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോൾ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരളം നമുക്കറിയാലോ ഇവിടെ എങ്ങനെ നടക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ജാതി മതം ഇപ്പം അതിലിങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ആ പെൺകുട്ടിനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നും ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. എതിരായിട്ട് തന്നെ പ്രവർത്തിക്കണം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ അങ്ങനെ അല്ലല്ലോ, അപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കണം എന്നാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ പേര് കളയുന്നത് പോലെയാണ് തോന്നുന്നത് അല്ലേ?